കണ്ണൂർ ഏറ്റുകുടുക്കയിലാണ് ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കിയിരിക്കുന്നത്. പയ്യന്നൂർ മണ്ഡലം 18-ാം ബൂത്ത് BLO അനീഷ് ജോർജാണ് ആത്മഹത്യ ചെയ്തത്. SIR ജോലി സമ്മർദ്ദം കാരണമാണ് ജീവനൊടുക്കിയത് എന്നാണ് കുടുംബം ഉൾപ്പെടെ ആരോപിക്കുന്നത്. ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് ഇയാൾ വീട്ടുകാരോട് പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് ഓഫീസർ സംഭവത്തിൽ കലക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 4 തവണയോളം ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ജോലി സമ്മർദ്ദമുണ്ട്, ഇത് താങ്ങാനാകുന്നില്ല എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് മേലധികാരികൾക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതി അവഗണിച്ചു. അതിലൊരു ഇടപെടലും ഉണ്ടായില്ല എന്നാണ് ഈ അനീഷ് വീട്ടുകാരോട് പറഞ്ഞത്. വീട്ടുകാർ അക്കാര്യം നമ്മളോട് വെളിപ്പെടുത്തുകയും ചെയ്തു. സലാമുണ്ട് അനീഷിന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. സലാം, ഇപ്പം ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ പരാതി നൽകിയിട്ടും ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് തോന്നുന്നത്. ഒപ്പം തന്നെ ഈ നാട്ടുകാരുടെയൊക്കെ പ്രതികരണം എങ്ങനെയാണ് ഈ വിഷയത്തിൽ? അവരെന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? അപ്പം ഈ വിഷയത്തിൽ ഇനി ഏതെങ്കിലും പരാതി നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ ഇനി? അനീഷ, നമ്മളിപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷം തന്നെ നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പ്രതികരണങ്ങൾ എടുത്തു. അവരൊക്കെ പറയുന്നത് ഈ സമീപത്തുള്ള BLOമാരൊക്കെ തന്നെ ഈ രീതിയിലുള്ള ഒരു സമ്മർദ്ദം നേരിടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ 2 ദിവസത്തിനകം നൽകിയ ഫോം ഫിൽ ചെയ്ത് തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമ്മർദ്ദം മേലധികാരികളുടെ ഭാഗത്തുനിന്നും ഇവർ നേരിടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ നാട്ടുകാരും പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദം തന്നെയാണ് അനീഷ് ജോർജ് നേരിട്ടത്. അതിന് പിന്നാലെയാണ് ഈ ജീവനൊടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇപ്പോൾ പൊതുപ്രവർത്തകരൊക്കെ തന്നെ നമ്മളോട് ചേരുന്നുണ്ട്. ഈ ജോലി സമ്മർദ്ദം നേരിട്ടു എന്നുള്ള കാര്യം ഈ ബന്ധുക്കളോട് പറഞ്ഞു എന്ന് പറയുന്നു. നാട്ടുകാരോട് പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ അടുത്ത സുഹൃത്താണ് അനീഷ്. പിന്നെ ഈ BLO ഏറ്റെടുത്ത മുതൽ എന്ന് ഒരു സ്ഥലത്ത് നിന്ന് പറയട്ടെ BLO ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് എത്ര പോലെ ആവും എന്നറിയില്ല, എനിക്ക് എല്ലാവരും അറിയില്ലല്ലോ എന്നെല്ലാം എനിക്ക് പറഞ്ഞിരുന്നു. അപ്പം പറഞ്ഞു നമ്മൾ സഹായിക്കാം എന്ന നിലക്ക് നീ വിളിച്ചോ ഇത്. അപ്പോൾ ഇപ്പോൾ തുടർച്ചയായി എല്ലാ ദിവസവും വിളിക്കാറുണ്ട് ഇങ്ങനെ. പിന്നെ ഇന്ന് വീട് എവിടെയാണ്, ഈ വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ ആ നിലക്ക് ഇത് എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ പറയും. ഇപ്പം മറ്റൊരു BLOയോട് ചോദിച്ചാൽ പറഞ്ഞു ഇന്നലെയോടുകൂടി ഇത് പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞൊരു സമ്മർദ്ദം ഉണ്ട്. അപ്പോൾ ഇന്നലെയാണ് ഇപ്പം നമ്മളോട് വിളിച്ച് പറഞ്ഞത് ഒരു ക്യാമ്പ് നിങ്ങൾ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഓൻ്റെ നേതൃത്വത്തിൽ ഒരു ക്യാമ്പ് ഇന്ന് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ഇന്ന് 10 മണിക്ക് ക്യാമ്പ് നമ്മുടെ വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. ഓൻ അങ്ങോട്ട് വരാം എന്ന് പറയുമ്പോഴാണ് ഈ വിവരം നമ്മൾ അറിയുന്നത്. അപ്പോൾ ഒരു വലിയ പ്രയാസമാണ് ഉണ്ടായിട്ടുള്ളത്. എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട് 4 തവണ പരാതി കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞു എനിക്കിത് ആവൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുക്കാൻ പോകുന്നുണ്ടേ എന്ന് പറയുന്നുണ്ട് എന്നോട്. ഞാൻ പറഞ്ഞു എന്നാൽ കൊടുക്ക്, പ്രശ്നമില്ല, കൊടുത്തോ എന്ന് പറയുന്നത്. അപ്പം ഞാൻ നമ്മൾ വീട്ടിൽ കയറിയാലും അച്ഛനും പറഞ്ഞു വലിയ പ്രയാസത്തിലാണുള്ളത് അനീഷിനുള്ളത്. അപ്പം ഞാനും പറഞ്ഞു അതേ വലിയ പ്രയാസത്തിലാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇന്ന് രക്ഷപ്പെടുക എന്നുള്ള ഒരു ബേജാറിലാണ് മൂപ്പറുണ്ടായത് എന്നാണ് തന്നെയാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത്. പലതവണ അതായത് തനിക്ക് ഈ ജോലി തുടരാനാകില്ല, വലിയ സമ്മർദ്ദം തന്നെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജോലിയിൽ നിന്നും റിലീവ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മേലധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു, അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ യാതൊരു നടപടിയും അതിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിന് പകരം 2 ദിവസത്തിനകം തന്നെ നൽകിയ ഫോമുകൾ ഫിൽ ചെയ്ത് തിരികെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമ്മർദ്ദം അനീഷിന് മേൽ ചുമത്തി. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇക്കാര്യം സമാന രീതിയിലുള്ള ഒരു സമ്മർദ്ദം തൊട്ടടുത്തുള്ള ബൂത്തിലെ BLOമാരൊക്കെ തന്നെ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടി പ്രസിഡന്റ് അടക്കം സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ജോലികൾ എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വേണ്ട നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത്, ഇതൊക്കെ തന്നെ ബോധ്യപ്പെടുത്തുന്നതിനും ബോധവൽക്കരിക്കുന്നതിനും വേണ്ടി ഒരു ക്യാമ്പ് നടത്തണമെന്ന് അനീഷ് ഇവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. പൊതുപ്രവർത്തകരോടും അടക്കം ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ക്യാമ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായതിനിടയിലാണ് ഈ രീതിയിലുള്ളൊരു ദൗർഭാഗ്യകരമായൊരു സംഭവം ഉണ്ടാകുന്നത്. അനീഷ് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി അനീഷ് ജോർജിൻ്റെ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ഈ വീട്ടിൽ രാവിലെ നമുക്കറിയാം ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അനീഷിൻ്റെ മാതാവും പിതാവും ഭാര്യയും 2 മക്കളെയും ഈ പള്ളിയിലാക്കിയതിനു ശേഷം വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഈ രീതിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ഏതായാലും ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ നാട്ടുകാർ സ്ഥിരീകരിക്കുകയാണ്. SIRമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി മേലധികാരികളുടെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായത് തന്നെയാണ് അനീഷിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളത്. സംഭവം ഉണ്ടായിരിക്കുന്നത് SIR ജോലി സമ്മർദ്ദത്തെ തുടർന്നാണ് ഒരു BLO ജീവനൊടുക്കിയിരിക്കുന്നത്. പരാതിപ്പെട്ടിട്ടും അതിലൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇക്കാര്യങ്ങളാണ് സലാം അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി സ്വർണ്ണവില.